ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള നമ്മുടെ ഡബിൾ പെറ്റൽ പെറ്റൂണിയയുടെ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ പെറ്റൂണിയ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ഫ്ലവറും നല്ല കളറുള്ള ഫ്ലവറും ഒക്കെയാണ് കേട്ടോ. പിന്നെ കെയറൊക്കെ നമ്മൾ അത്യാവശ്യം കെയറൊക്കെ കൊടുക്കണം. അങ്ങനെയുള്ളൊരു പ്ലാന്റാണ്. ഇതുപോലെ നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. എപ്പോഴും ഏത് നിമിഷവും ഇതിനൊക്കെ എന്തും പറ്റാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്ലാന്റ് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ കട്ടിങ്സ് എടുത്ത് പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അത് പിടിച്ച് കിട്ടിയാൽ ഒരു പക്ഷേ മദർ പ്ലാന്റ് പോയാലും നമുക്ക് അത്രയ്ക്കുള്ള കാര്യമല്ലേ ഉള്ളൂ. വിഷമമായിരിക്കും, ഇത്രയും പൂക്കളോടൊക്കെ കൂടി നിന്നിട്ട് പോയാൽ ഒരു പക്ഷേ വിഷമമായിരിക്കും. അങ്ങനെ പോകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എന്നാലും നമ്മൾ ഇങ്ങനെ ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ പുതിയ ഒരു തൈ ഉണ്ടാക്കി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ്, അതുപോലെ തന്നെ ഇതിൻ്റെ കെയറിങ്, അങ്ങനെയൊക്കെ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. അതായത് നമ്മുടെ നാടൻ പെറ്റൂണിയ കൂടി ആയതുകൊണ്ട് നമുക്ക് വെച്ച് പിടിപ്പിക്കാനൊക്കെ കുറച്ചുകൂടി ഈസിയാണ് ഹൈബ്രിഡിനേക്കാളും. പിന്നെയെന്ന് വെച്ചാൽ ഹൈബ്രിഡിനേക്കാളും കുറച്ചുകൂടി എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ നാടൻ പെറ്റൂണിയാണ് കേട്ടോ. ഈ ഒരു കളറേ ഉള്ളെങ്കിലും വളരെ മനോഹരമാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലീവ്സ് ഒക്കെ നല്ല ഒരു ഭംഗിയാണ് കേട്ടോ. നമ്മുടെ ഹൈബ്രിഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലീവ്സിനുമൊക്കെ വ്യത്യാസമുണ്ട്. എനിക്ക് ഇതാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ പോട്ട് മിക്സായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മണ്ണും മണലുമാണ് കേട്ടോ. അല്ലാതെ ചാണകപ്പൊടി അങ്ങനെയൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. ചാണകപ്പൊടിയൊക്കെ പേരിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, പക്ഷേ ഒരുപാട് ചേർക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ചീച്ചിലൊക്കെ കൂടുതൽ ഉണ്ടാകുന്നത്. അതായത് ചാണകവും പിന്നെ നമ്മുടെ വാട്ടറിങ്ങും ഒക്കെ ആവുമ്പോൾ ചീഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് കേട്ടോ. നേരത്തെ ഞാൻ അങ്ങനെ പോട്ട് ചെയ്തിരുന്നു ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടേ. അപ്പോൾ എനിക്ക് അത്ര ഒരു സക്സസ് ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഇത് പോട്ട് ചെയ്തിരിക്കുന്നത് മണ്ണും മണലും മാത്രം ഉപയോഗിച്ചാണ് കേട്ടോ. അതായത് നമുക്ക് വെള്ളം നല്ലതുപോലെ ഊർന്നു പോകണം, അങ്ങനെ ഒരു പോട്ട് മിക്സ്. കട്ട പിടിക്കാത്ത മണ്ണും മണലും അതാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ പ്ലാന്റ് ഒരുവിധം പിടിച്ച് വരുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ലീവ്സൊക്കെ വന്ന് ഒന്ന് ഹെൽത്തിയായി വന്നതിന് ശേഷം ഞാനിതിൽ പിന്നെ നമ്മുടെ പച്ച ചാണകം പുളിപ്പിച്ചതും കടലപ്പിണ്ണാക്കും രണ്ടും കൂടി ചേർത്തിട്ട് കേട്ടോ. പച്ച ചാണകവും അതുപോലെ കടലപ്പിണ്ണാക്കും കൂടി നമ്മളിങ്ങനെ പുളിപ്പിച്ച് വെക്കും. ചാണകം കൊണ്ടുവന്ന് നമ്മുടെ പെയിൻറ്റിൻ്റെ ബക്കറ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ബക്കറ്റിൽ ഇതുപോലെ ചാണകവും കടലപ്പിണ്ണാക്കും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ചേക്കുക. എന്നിട്ട് ദിവസവും നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു കമ്പിട്ടങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ചെറിയൊരു കപ്പിനെടുത്തിട്ട് പിന്നെ ഏത് കപ്പാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു 5-6 ഇരട്ടി വെള്ളം ചേർക്കുക. അതായത് നല്ലതുപോലെ നേർപ്പിക്കണം. കട്ട പിടിച്ച് കിടക്കാനായിട്ട് പാടില്ല. നല്ലതുപോലെ നേർപ്പിച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. പ്ലാന്റ് വളരെ ഹെൽത്തി ആയിട്ട് വളരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ NPK 19 ഉണ്ടല്ലോ, അത് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതുകൂടി ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ പ്ലാന്റ് വരികയും ഇതുപോലെ നല്ല രീതിയിൽ ഫ്ലവർ ആവുകയും ചെയ്യും കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് നല്ല സൺലൈറ്റിൽ തന്നെ വെക്കണം. അപ്പോൾ ഇങ്ങനെ വെളിച്ചമൊക്കെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ സൺലൈറ്റൊക്കെ അടിക്കുന്ന സമയത്ത് പ്ലാന്റിന് ചെറിയൊരു വാട്ടം പോലെയൊക്കെ തോന്നും കേട്ടോ. അതൊന്നും കാര്യമാക്കണ്ട, അതൊന്നും ഈ പ്ലാന്റിനൊരു പ്രശ്നമല്ല. വെയിൽ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. കുറച്ച് കഴിയുമ്പോൾ പിന്നെന്താ ലീവ്സൊക്കെ വീണ്ടും പഴയതുപോലെ നല്ല രീതിയിലാവും കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു വാട്ടം വന്നു എന്ന് വിചാരിച്ച് നമ്മൾ അധികമായിട്ട് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കരുത്. അത് ചീച്ചിലേക്കായിരിക്കും പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ ആ സൺലൈറ്റൊക്കെ മാറുന്ന സമയത്ത് പ്ലാന്റ് വീണ്ടും നല്ല രീതിയിലാവും കേട്ടോ. അപ്പോൾ ആ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നല്ല വെയിലത്ത് തന്നെ നമുക്കിതിനെ വയ്ക്കാവേ. അപ്പോഴാണ് ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ വാട്ടറിങ്. അപ്പോൾ ഇതിങ്ങനെ വാടി നിൽക്കുന്ന സമയത്ത് അയ്യോ ഇതിന് വെള്ളത്തിൻ്റെ കുറവ് കൊണ്ടാണോ ഇത് വാടി നിൽക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അധികം വെള്ളം കോരി ഒഴിക്കാറുണ്ട്. ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ പോട്ടി മിക്സ് നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ വാരിക്കോരി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് പോട്ട് മിക്സ് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അറിയാനായിട്ട് പറ്റും. നല്ല ഡ്രൈ ആവുന്ന സമയത്ത് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് മാത്രം ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണേ.
നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളിതിന് അധികം കെയറൊക്കെ കൊടുക്കും. അങ്ങനെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിനെ വെയിലത്ത് വയ്ക്കില്ല. പിന്നെ അതുപോലെ ഇതിൻ്റെ പിറകേ നടന്ന് വെള്ളത്തിൻ്റെ കുറവുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് അധികം വെള്ളമൊക്കെ കോരി ഒഴിക്കുമ്പോഴാണ് പ്ലാന്റ് പെട്ടെന്ന് പോകുന്നത് കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആവശ്യത്തിന് മാത്രം വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം സൂര്യപ്രകാശം അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശമുള്ളൊരു സ്ഥലത്ത് വയ്ക്കുക. അതായത് നമ്മുടെ കയ്യിൽ കിട്ടി നമ്മൾ അത് ഗ്ലാസ്സിലോ അങ്ങനെയൊക്കെ ആയിരിക്കും, കവറിലോ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അത് നമ്മൾ വേറൊരു പോട്ട് മിക്സിലോട്ട്, അതായത് ഞാൻ മണ്ണും മണലുമാണ് ചേർക്കുന്നത്, അതിലോട്ട് വെച്ചതിന് ശേഷം ഒരാഴ്ച നമ്മൾ ഷെയ്ഡിൽ വയ്ക്കും. എന്നിട്ട് നമുക്കറിയാമല്ലോ, റൂട്ടൊക്കെ പിടിച്ച് വരുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും. ആ സമയത്ത് നമുക്ക് നല്ല വെയിലത്ത് തന്നെ വെക്കാൻ കേട്ടോ. അപ്പോഴാണ് പ്ലാന്റ് ഇതുപോലെ ഹെൽത്തി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗാർഡനിൽ മനോഹരമാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഡബിൾ പെറ്റൽ പെറ്റൂണിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം. അടുത്തുള്ള ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർ അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.